നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. 2023 എന്ന വർഷം അവസാനിക്കുമ്പോൾ നൊമ്പരമായതും ശബ്ദമായതും രണ്ട് സ്ത്രീകളാണ്. ഒന്ന്, വണ്ടിപ്പെരിയാറിൽ നരാധമൻ പിച്ചിച്ചീന്തിയ 6 വയസ്സുകാരിയുടെ അമ്മ, പെൺമക്കളുള്ള എല്ലാവരുടെയും പ്രതിനിധി. മറ്റേയാൾ അടിമാലി ഇരിക്കുന്നവർ പാറയിൽ 87 വയസ്സുകാരി മറിയക്കുട്ടി. രണ്ടുപേരും നീതിക്കായി ദാഹിച്ച് ഹൈക്കോടതിയെ സമീപിച്ചവർ. ഒരാൾ നിശബ്ദമായി കരയുന്നു. മറിയക്കുട്ടിയാകട്ടെ നല്ല വെട്ടത്തു നിന്ന് സമൂഹം ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങൾ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. പലപ്പോഴും ഉത്തരം മുട്ടുന്ന അധികൃതർ ഇവരുടെ പ്രായത്തെ പോലും മറന്ന് കൊഞ്ഞനം കുത്തുകയാണ്. കുഞ്ഞിന്റെ നരാധമനെ ശിക്ഷിക്കണമെന്ന ആവശ്യവുമായി വണ്ടിപ്പെരിയാറിലെ അമ്മയും കുടിശ്ശിക തീർത്ത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട മറിയക്കുട്ടിയും ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ജനമനസ്സിലെ നീതിയുടെ തുലാസ് എവിടേക്കാവും താഴുക? പോയ വർഷത്തെ കേൾക്കേണ്ട ശബ്ദമായും പുതുവർഷത്തിൽ തിരുത്തൽ ശബ്ദമായുമുള്ള ഇവരുടെ വാക്കുകൾ ഇതാ. കാശിലല്ല, പാവങ്ങളെ രക്ഷിക്കാനാണ് പണ്ടും കോടതിയിൽ പോയത്, ഇനിയും പോകും. അടിമാലി പൊന്നെടുത്തുംപാറയിൽ മറിയക്കുട്ടി ചാക്കോ തീർത്ത് പറഞ്ഞു. തനിക്ക് ധാരാളം ഭൂസ്വത്തുണ്ടെന്നും 2 നില വീടുണ്ടെന്നും മക്കൾ വിദേശത്താണെന്നും പ്രചരിപ്പിച്ചതിനെതിരെ അടിമാലി കോടതിയിൽ നൽകിയ മാനനഷ്ട കേസ് പിൻവലിച്ചാൽ 20 ലക്ഷം രൂപ തരാമെന്ന വാഗ്ദാനവുമായി കോട്ടയത്ത് നിന്നും ചിലർ വന്നിരുന്നതായും മറിയക്കുട്ടി പറഞ്ഞു. 20 ലക്ഷം എന്ന് കേട്ടാൽ ചാടി വീഴുമെന്ന അവർ വിചാരിച്ചത്. അത് കിട്ടിയാൽ പെട്ടിയിൽ വെക്കാനല്ലേ പറ്റൂ. എന്നാൽ ഞാൻ പറയുന്ന ഭാഗം ജയിക്കണം എന്നാണ് എൻ്റെ വാശി. അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റില്ലേ? അതിൻ്റെ തെറ്റുണ്ടോ? മജിസ്ട്രേറ്റ് മറിയക്കുട്ടി എന്ന നാട്ടുകാർ വിളിക്കുന്ന, കുഞ്ഞിപ്പെണ്ണെ എന്ന് ചിലരെങ്കിലും അടുപ്പത്തോടെ വിളിക്കുന്ന മറിയക്കുട്ടി തന്റെ ഭാഗം വ്യക്തമാക്കി. പെൻഷൻ മുടങ്ങിയപ്പോൾ തെരുവിൽ പിച്ച ചട്ടിയെടുത്ത് പോരാടി. മുഖ്യമന്ത്രിക്ക് നേരെ തന്റെ കറുത്ത അടിവസ്ത്രം കാണിച്ചും പൊതുമധ്യത്തിൽ നിന്നും പ്രസംഗിച്ചും നിലവിലെ സർക്കാരിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന മറ്റൊരുമയാണ് മറുഭാഗത്ത്. അവൻ തന്നെയാണ് പ്രതി, അവന് പരമാവധി ശിക്ഷ കിട്ടണം. ആദ്യ മകൻ പിറന്ന 14 വർഷത്തിന് ശേഷം ഉണ്ടായതാണ് ആ പെൺകുഞ്ഞ്. ഒന്ന് ലാളിച്ച് കൊതി തീരും മുൻപേ 6 വയസ്സുള്ള ആ പെൺകുഞ്ഞ് തുടർച്ചയായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നതും 2021 ജൂൺ 30 കൊല്ലപ്പെട്ടു എന്നതും വലിയ 2 സത്യങ്ങൾ. ഇവ കോടതിയും സംശയമില്ലാത്ത വിധം ശരിവെച്ചു. എന്നാൽ അന്വേഷണ പിഴവ് മൂലം ശാസ്ത്രീയ തെളിവുകളുടെ അഭാവവും ചൂണ്ടിക്കാട്ടി പ്രതിയെ കട്ടപ്പന അതിവേഗ പോക്സോ കോടതി വിട്ടയച്ചു. ഇതെങ്ങനെയാണ് ഒരമ്മ സഹിക്കുക? വിധി വന്നവനെ ചേർത്ത് പിടിച്ച പോലീസുകാർ ഓടിക്കഴിഞ്ഞ ആ കോടതി വരാന്ത മുഴുവൻ പിന്നീട് മുഴങ്ങിക്കേട്ടത് ആ അമ്മയുടെ നിലവിളിയായിരുന്നു. നീതി മാത്രം കേൾക്കാതെ പോയ ആ അമ്മയുടെ കരച്ചിൽ. ആലുവയിലെ 5 വയസ്സുകാരിയുടെ കേസിൽ പ്രതിക്ക് വധശിക്ഷ വിധിച്ചതുകൊണ്ട് തന്നെ ഇവനും അതേ വിധി കിട്ടുമെന്ന് കാത്തിരുന്നവർ പോലും കണ്ണിൽ ഈറനണിയിച്ചു. വാഴക്കുല പഴുപ്പിക്കാനായി കെട്ടിത്തൂക്കിയിരുന്ന കയറിലാണ് കുഞ്ഞിനെ അവൻ കെട്ടിത്തൂക്കിയിരുന്നത്. അടുത്ത വർഷം ഞാൻ ഉൾപ്പെടെയുള്ളവർ കേൾക്കാൻ കൊതിക്കുന്ന വിധി അവന് വധശിക്ഷ നൽകിയെന്ന വാർത്തയാണ്. തെറ്റ് ചെയ്ത ഒരാളും രക്ഷപ്പെടരുത്. AI ക്യാമറ മുതൽ നവകേരള ബസ് വരെയുള്ള ഈ സംഭവ ബഹുലമായ വർഷം അവസാനിക്കുമ്പോൾ ആബിഗേൽ സാറയും ആലുവയിലെ 6 വയസ്സുകാരിയും ആദ്യം സങ്കടമുണ്ടാക്കി, പിന്നീട് ആശ്വാസമായെങ്കിലും വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരി നൊമ്പരമായി. ഒരു മുറിപ്പാടായി അവൾ ഇന്നും നിലനിൽക്കുന്നു. മറിയക്കുട്ടിയും നീതിക്ക് വേണ്ടി കരയുന്ന ഈ അമ്മയും ഇവർ രണ്ടുപേരും 2 ചോദ്യങ്ങളാണ്. ഇവർക്കുള്ള ഉത്തരമാകേണ്ടത് നമ്മുടെ സമൂഹമാണ്.